ഗവൺമെന്റ് കേരളത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതിയാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതി. ആ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട മൂലംപള്ളിയിലെ സാധാരണക്കാരായ ജനങ്ങൾ വി.എസ്. അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മൂലംപള്ളി പാക്കേജ് നടപ്പിലാക്കാൻ വേണ്ടി 3.5 വർഷക്കാലം കേരളത്തിൽ സമരം നയിച്ചു. ആ പാക്കേജ് ഒന്നും നടപ്പിലാക്കാൻ അച്യുതാനന്ദന്റെ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. 3.5 കൊല്ലക്കാലം ലഭിച്ചിട്ടും അച്യുതാനന്ദന്റെ ഗവൺമെന്റിന് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയാതെ പോയ മൂലംപള്ളി പാക്കേജ് അധികാരം ഏറ്റെടുത്ത് വെറും 3.5 ദിവസക്കാലം കൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കിയ ഗവൺമെന്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. വർഷങ്ങളായി ചെങ്ങറയിൽ ഹാരിസൺ എസ്റ്റേറ്റിന്റെ റബ്ബർ പ്ലാന്റേഷനിൽ വെട്ടമില്ലാതെ വെളിച്ചമില്ലാതെ നല്ല ജീവിത സൗകര്യങ്ങളില്ലാതെ ഹാരിസൺ എസ്റ്റേറ്റിന്റെ റബ്ബർ പ്ലാന്റേഷനിൽ ജനിച്ചു വീണ സ്വന്തം മക്കളെ സ്കൂളുകളിൽ അയക്കാൻ പോലും കഴിയാതെ നരകിച്ച് ജീവിക്കുന്ന ചെങ്ങറയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെങ്ങറ പാക്കേജ് നടപ്പിലാക്കി. കേരള സംസ്ഥാനത്തെ വിദ്യാസമ്പന്നരായ ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന യുവതി യുവാക്കൾക്ക് പ്രത്യക്ഷമായും അതിലേറെ യുവതി യുവാക്കൾക്ക് പരോക്ഷമായും തൊഴിൽ നൽകാൻ കഴിയുന്ന കേരള സംസ്ഥാനത്തേക്ക് ആയിരക്കണക്കിന് കോടിയുടെ വിദേശ മൂലധനം ഇറക്കിക്കൊണ്ടുള്ള സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് ശരവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. 5 വർഷക്കാലം കേരളം ഭരിച്ച വി.എസ്. അച്യുതാനന്ദന്റെ ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ഒരു തറക്കല്ലിട്ടതല്ലാതെ ആ കല്ലിന് മീതെ മറ്റൊരു കല്ലെടുത്തു വെക്കാൻ അച്യുതാനന്ദന്റെ ഗവൺമെന്റിന് കഴിഞ്ഞില്ല എങ്കിൽ പിടക്കോഴി മുട്ടക്കടയിരിക്കുന്നത് പോലെ 5 വർഷക്കാലം അച്യുതാനന്ദനും സഖാക്കന്മാരും ചേർന്ന് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് മുകളിൽ അടയിരുന്നുവെങ്കിൽ അധികാരം ഏറ്റെടുത്ത് വെറും 1 വർഷക്കാലം കൊണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വി.എസ്. അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ സാന്റിയാഗോ മാർട്ടിനെ പോലുള്ളവർക്ക് നികുതി വെട്ടിപ്പ് നടത്തി തടിച്ചു കൊടുക്കാനുള്ള ആയുധമായിരുന്നു ലോട്ടറി എങ്കിൽ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ, ഈ നാട്ടിലെ അത്താഴപ്പട്ടിണിക്കാരന്റെ, ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വരുമാന മാർഗമാക്കി ലോട്ടറിയെ മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ക്യാൻസറും വൃക്ക തകരാറും ലെപ്രസിയും ഹൃദ്രോഗവും അടക്കമുള്ള മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർക്ക് 2.5 ലക്ഷം രൂപ വരെ സഹായധനം നൽകുന്ന കാരുണ്യ ബനവലൻ ഫണ്ടിന് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ തുടക്കം കുറിച്ചു. നമ്മുടെ നാട്ടിലെ ബധിരരും മൂകരുമായ കുഞ്ഞുമക്കളുടെ കേൾവി ശക്തി വീണ്ടെടുക്കാനുള്ള ശ്രുതിതരംഗം പദ്ധതി ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ നടപ്പിലാക്കി. നമ്മുടെ നാട്ടിലെ ബധിരരും മൂകരുമായ കുഞ്ഞുമക്കളുടെ കേൾവി ശക്തി വീണ്ടെടുക്കാൻ കഴിയുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്താൻ ശ്രുതിതരംഗം പദ്ധതിക്ക് കീഴിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 5 ലക്ഷം രൂപ വരെ സഹായധനമായി നൽകുകയാണ്. 2011 മെയ് മാസം മുതൽ 2016 മെയ് മാസം വരെയുള്ള 5 വർഷക്കാലത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, വിഷൻ 2030 എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് 2030 കേരളത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഇന്ന് വരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വികസനത്തിന്റെ പെരുമഴക്കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട്, കേരളത്തിന്റെ ചരിത്രം ഇന്ന് വരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വികസനത്തിന്റെ വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു വികസനത്തിന്റെ അജണ്ടയുമായി ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു വലിയ പ്രതിരോധത്തിന്റെ പാതയിലാണ്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി കേരള പോലീസിന്റെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും CBIയുടെയും അടക്കമുള്ള അന്വേഷണങ്ങളെ ഒരേ സമയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സഖാവ് ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സഖാവ് വി.എസ്. അച്യുതാനന്ദൻ പറയുന്നത് അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരാരും പാർട്ടി സെക്രട്ടറി പറയുന്നത് വിശ്വസിക്കില്ല എന്നാണ്. ഞാൻ പറയട്ടെ, അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരും മാത്രമല്ല, പുല്ലും വൈക്കോലും കഴിച്ച് ജീവിക്കുന്ന കന്നുകാലികൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത പച്ചക്കള്ളമാണ് ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലും കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിലും പ്രതികളെ ഒളിപ്പിക്കുന്നതിലും പങ്കാളികളായ 1 ഡസനിലധികം CPMന്റെ നേതാക്കന്മാർ ഈ നാട്ടിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ടി.പി. ചന്ദ്രശേഖരനെ കൊലയാളികൾക്ക് കാട്ടിക്കൊടുത്തതിനാണ് ഓർക്കാട്ടേരി ലോക്കൽ കമ്മിറ്റി അംഗം പടയങ്കണ്ടി രവീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. CPMന്റെ വഞ്ചികം ഏരിയ കമ്മിറ്റി സെക്രട്ടറി C.H. അശോകനും ലോക്കൽ കമ്മിറ്റി അംഗമായ K.K. രാമചന്ദ്രനും തുടക്കം മുതൽ ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളാണ്. സെക്രട്ടറി സരിൻ ശശിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുഞ്ഞനന്തനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്ന കുറ്റത്തിന് തന്നെയാണ്
സഖാവ് കെ രാഗേഷിനെ ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതി ചേർത്തത്. പ്രിയമുള്ളവരെ, സഖാവ് കെ രാഗേഷിനെ നിങ്ങൾക്കറിയുമോ? കെ രാഗേഷ് SFIയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. 2009 നടന്ന 15ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ബഹുമാന്യനായ ശ്രീ കെ സുധാകരനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് സഖാവ് കെ രാഗേഷ്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ സഖാവ് P മോഹനനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? P മോഹനൻ CPMന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. കോഴിക്കോട് ജില്ലയിലെ CPMൽ രണ്ടാമനായിട്ടാണ് സഖാവ് P മോഹനൻ അറിയപ്പെടുന്നത്. കേരള നിയമസഭയിൽ ഇടതുപക്ഷ മുന്നണിയെ പ്രതിനിധീകരിക്കുന്ന CPMന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് കെ ലതിക MLAയുടെ ഭർത്താവാണ് സഖാവ് P മോഹനൻ. 1998 മുതൽ 2000 വരെയുള്ള 2 വർഷക്കാലം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ KSKTUവിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നയാളാണ്. DYFIയുടെ മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. കല്ലുനില പൂവമ്പയിൽ LP സ്കൂളിൽ 20 വർഷം അധ്യാപകനായി ജോലി ചെയ്തതിനു ശേഷം മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിനു വേണ്ടി അധ്യാപക വൃത്തിയിൽ നിന്നും സ്വയം രാജിവെച്ചയാളാണ് സഖാവ് P മോഹനൻ. TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ സിജിത്തിന്റെ കയ്യിൽ CPMന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം പച്ച കുത്തിയിട്ടുണ്ട്. കൊലപാതക സമയത്ത് സിജിത്തിന് മുറിവേൽക്കുകയും ആ മുറിവിന് CPMന് മേധാവിത്വമുള്ള കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലെ ഒരു സഹകരണ ആശുപത്രിയിൽ ചികിത്സിക്കുകയും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരു അംഗത്തിന്റെ ഇടപെടൽ മൂലം സിജിത്തിനെ ചികിത്സിച്ചതിന്റെ രേഖകൾ ആശുപത്രി അധികൃതർ ആശുപത്രിയിൽ നിന്ന് മുക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ചന്ദ്രശേഖരന്റെ കൊലപാതകങ്ങൾക്ക് അഭയം ലഭിച്ചത് CPMന്റെ പാർട്ടി കേന്ദ്രങ്ങളിലാണ്. ചന്ദ്രശേഖരന്റെ കൊലയാളികൾ ഒളിവിൽ താമസിച്ചത് CPMന്റെ പാർട്ടി ഓഫീസുകളിലാണ്. അവർക്ക് വൈദ്യസഹായം ലഭ്യമാക്കിയത് CPMന്റെ നേതാക്കന്മാരാണ്. അവരെ രഹസ്യമായി അതിർത്തി കടത്തിയത് CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ വാഹനത്തിലാണ്. ചന്ദ്രശേഖരന്റെ ബൈക്കിടിച്ചതിന്റെ അടയാളമുള്ള ഇന്നോവ കാർ കണ്ടെത്തിയത് CPMന്റെ കോട്ടയായ ചൊക്ലിയിൽ നിന്നാണ്. ചന്ദ്രശേഖരന്റെ രക്തക്കറയോട് കൂടിയ കൊലപാതകികളുടെ വസ്ത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് CPMന്റെ കേന്ദ്രമായ പാനൂരിൽ നിന്നാണ്. ചന്ദ്രശേഖരൻ വധക്കേസിൽ കേരള പോലീസ് ആദ്യത്തെ അറസ്റ്റ് നടത്തുന്നത് CPMന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പാർട്ടി ഗ്രാമമായ മുടക്കോടിയിൽ നിന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി ഈ നാട്ടിലെ മാധ്യമങ്ങളിൽ വാർത്ത വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കന്മാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായി ഈ നാട്ടിലെ മാധ്യമങ്ങളിൽ വാർത്ത വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഏതെങ്കിലും പാർട്ടി അംഗത്തിന് ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയനും അഖിലേന്ത്യാ സെക്രട്ടറി പ്രകാശ് കാരാട്ടുമെല്ലാം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും CPMന്റെ പ്രാദേശിക നേതാക്കന്മാരിൽ നിന്നും പ്രാദേശിക പ്രവർത്തകന്മാരിൽ നിന്നും തുടങ്ങി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 20ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടും ഒരാളെയെങ്കിലും പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ CPMന്റെ നേതൃത്വം തയ്യാറായിട്ടുണ്ടോ? CPMന്റെ ചില ജില്ലാ നേതാക്കന്മാർ മുൻകൂർ ജാമ്യത്തിനു വേണ്ടി ഹൈക്കോടതി വരെ സമീപിച്ച് അത് കിട്ടാതെ വന്ന് പോലീസിന് മുൻപിൽ കീഴടങ്ങാൻ തീരുമാനിച്ചപ്പോൾ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും നടത്തിയ പ്രഖ്യാപനം എന്താ? കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും പറഞ്ഞത്, സഖാക്കളെ ഞങ്ങളാണ് ഒളിപ്പിച്ചത് എങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ പോലീസല്ല പട്ടാളം തന്നെ വന്നാലും അവരെ പിടിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞത്. ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ സഖാവ് P മോഹനനെ പിണറായി വിജയനും ജയരാജന്മാരും കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള ആളുകൾ ജയിലിൽ പോയി സന്ദർശിച്ചില്ലേ? P മോഹനനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സഖാക്കന്മാർ കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ നടത്തിയില്ലേ? CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ള 20ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അവരെ കേസിൽ പ്രതി ചേർത്തിട്ടും ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ എങ്ങനെയാണ് സഖാക്കന്മാരെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്? ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരേ സമയം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി നിരവധി അന്വേഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2006 ഒക്ടോബർ മാസം 22-ാം തീയതി പുലർച്ചെ 3:30 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ മുഹമ്മദ് ഫസൽ എന്ന ചെറുപ്പക്കാരൻ പറയപ്പെടുന്നത്.
തലശ്ശേരിയിൽ CPM-ന്റെ പ്രവർത്തകനായിരുന്ന മുഹമ്മദ് ഫസൽ CPM-ൽ നിന്നും രാജിവെച്ച് NDF-ൽ ചേർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് കൊലയപ്പെടുന്നത്. ഇവിടെ ഫസൽ കടന്നുചെന്ന രാഷ്ട്രീയ പാർട്ടി എന്തുമായിക്കൊള്ളട്ടെ, ഫസൽ കടന്നുചെന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന രീതിയും ആദർശവും എന്തുമായിക്കൊള്ളട്ടെ, NDF-ന്റെ രാഷ്ട്രീയത്തോട് നമുക്ക് ആർക്കും യോജിപ്പില്ല. പക്ഷേ CPM-ൽ നിന്നും രാജിവെച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് വന്നൊരു കാരണം കൊണ്ട് മാത്രം ഒരു ചെറുപ്പക്കാരനെ CPM-ന്റെ ഗുണ്ടകൾ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. ഒരു ദിവസം പത്രം വിതരണം ചെയ്യാൻ വേണ്ടി മുഹമ്മദ് ഫസൽ പുലർച്ചെ 3:30 സൈക്കിളിൽ പോകുമ്പോൾ ബൈക്കിലെത്തിയ ഒരു സംഘം ആളുകൾ മുഹമ്മദ് ഫസലിനെ തടഞ്ഞു വെച്ച് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. അന്ന് മുഹമ്മദ് ഫസലിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് 31 വെട്ടുകളാണ്. വർഷങ്ങൾക്ക് മുൻപ് 10ഉം 11ഉം വയസ്സ് മാത്രം പ്രായം വരുന്ന 36ഓളം പിഞ്ചു മക്കൾക്ക് മുന്നിലിട്ട് ജയകൃഷ്ണൻ മാഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ ജയകൃഷ്ണൻ മാഷിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് 36 വെട്ടുകളാണ്. TP ചന്ദ്രശേഖരന്റെ തലയോട്ടി വെട്ടിപ്പിളർത്ത് മുഖത്ത് മാംസകഷ്ണങ്ങളില്ലാത്ത വിധത്തിൽ തലച്ചോറ് പുറത്തിക്കാടുന്ന വിധത്തിൽ നടു റോട്ടിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ TP ചന്ദ്രശേഖരന്റെ തലയിലും മുഖത്തുമായി ഉണ്ടായിരുന്നത് 51 വെട്ടുകളാണ്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങളാണ് CPM-ന്റെ പാർട്ടി കോടതി ഈ നാട്ടിൽ വിധിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കാരായി രാജനും തിരുവങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗമായ കാരായി ചന്ദ്രശേഖരനും ഫസലിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് CBIയുടെ കണ്ടെത്തൽ. നിയമത്തെ സംബന്ധിച്ച് ഒരുപാട് ഇടകീറി വിശദീകരിക്കാൻ എനിക്ക് അറിയില്ല എങ്കിൽ പോലും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവാഴ്ചയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് all are equal before law and all get equal protection from law എന്നാണ്. ഇവിടെ നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. ഇവിടെ എല്ലാവർക്കും നിയമത്തിന്റെ തുല്യമായ പരിരക്ഷ ലഭിക്കുന്നു. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അധികാര പരിധിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെയും അതിന്റെ നേതാക്കന്മാരെയും മാത്രം മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ നാട്ടിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാർ മനസ്സിലാക്കണം. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ അരിയിൽ ഷുക്കൂർ എന്ന 21 വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു യുവാവിനെ താലിബാൻ മോഡലിൽ 4 മണിക്കൂർ പരസ്യ വിചാരണ നടത്തി 100ഓളം ആളുകൾക്ക് മുന്നിലിട്ട് CPM-ന്റെ ഗുണ്ടകൾ ക്രൂരമായി കൊലപ്പെടുത്തി. ആ കൊലപാതക കേസിൽ 2012 ജൂൺ മാസം 22-ാം തീയതി അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് P ജയരാജന് അന്വേഷണ സംഘം ഒരു നോട്ടീസ് നൽകി. ആ നോട്ടീസിന് സഖാവ് P ജയരാജൻ നൽകിയ മറുപടി കടുത്ത മുട്ടുവേദനയും RSS അക്രമത്തിലുണ്ടായ പരിക്കുകൾ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നതിനാൽ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ്. ജൂൺ മാസം 22-ാം തീയതി അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് മറുപടി നൽകിയ സഖാവ് P ജയരാജൻ ജൂൺ മാസം 26-ാം തീയതി തലശ്ശേരി ഫസൽ വധക്കേസിൽ പ്രതികളായി എന്റെ നാടായ കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കാരായി രാജനെയും ലോക്കൽ കമ്മിറ്റി അംഗമായ കാരായി ചന്ദ്രശേഖരനെയും ജയിലിൽ സന്ദർശിച്ചിട്ടുണ്ട്. ജൂൺ മാസം 27-ാം തീയതി LDF കൺവീനർ വൈക്കം വിശ്വനൊപ്പം കണ്ണൂർ സെൻട്രൽ ജയിൽ, കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ, തലശ്ശേരി സ്പെഷ്യൽ സബ് ജയിൽ എന്നിവിടങ്ങളിൽ സഖാവ് P ജയരാജൻ സന്ദർശിച്ചിട്ടുണ്ട്. ജൂൺ മാസം 28-ാം തീയതി CPM നേതാക്കന്മാർക്ക് നേരെയുള്ള പോലീസിന്റെ അക്രമം ചെറുക്കണം എന്ന ആഹ്വാനവുമായി സഖാവ് P ജയരാജൻ CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു പത്രസമ്മേളനം സംഘടിപ്പിച്ചു. ജൂൺ മാസം 30-ാം തീയതി കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടന്ന CPM-ന്റെ മേഖലാ റിപ്പോർട്ടിംഗിലും സഖാവ് P ജയരാജൻ പങ്കെടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ പറഞ്ഞാൽ മാത്രം CPM-ന്റെ നേതാക്കന്മാർക്ക് വലിയ ആരോഗ്യ പ്രശ്നമാണ്. നാട് നീളെ നടന്ന് പാർട്ടിക്ക് വേണ്ടി കൊല്ലും കൊലയും നടത്തുമ്പോ CPM-ന്റെ നേതാക്കന്മാർക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ പറഞ്ഞാൽ മാത്രം വലിയ പനിയും വലിയ മുട്ടുപറയും മുട്ടുവേദനയും ഒക്കെയാണ്. സഖാവ് P ജയരാജനെ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ 2012 ഓഗസ്റ്റ് മാസം 1-ാം തീയതി കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ 37-ാം പ്രതിയാണ് സഖാവ് P ജയരാജൻ. ഇന്ത്യൻ പീനൽ കോഡിന്റെ 118-ാം വകുപ്പനുസരിച്ച് കൊലപാതകത്തിന്റെ ആസൂത്രണത്തെ കുറിച്ച് അറിവുണ്ടായിട്ടും കൊലപാതകം തടയാനോ അതല്ലെങ്കിൽ കൊലപാതകത്തിന്റെ ആസൂത്രണത്തെ കുറിച്ച് പോലീസിന് വിവരം നൽകാനോ തയ്യാറാകാത്തത് കൊണ്ടാണ് സഖാവ് P ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 38-ാം പ്രതിയാണ് സഖാവ് TV രാജേഷ് MLA. P ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ
മനസ്സിലാക്കിയ ടി.വി. രാജേഷ് പോലീസിന് മുൻപിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു. ടി.വി. രാജേഷിനെ നിങ്ങൾക്കറിയില്ലേ? ഇ.കെ. നായനാരുടെ ജന്മദേശമായ കല്യാശ്ശേരിയെ പ്രതിനിധീകരിക്കുന്ന MLA ആണ് ടി.വി. രാജേഷ്. അറസ്റ്റിലാകുന്ന സമയത്ത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതോടെ ഒന്ന് അറസ്റ്റിലായതോടെ സഖാവ് ടി.വി. രാജേഷിന് പ്രമോഷൻ കിട്ടി. ഇന്ന് ടി.വി. രാജേഷ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയാണ്. ടി.വി. രാജേഷിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഹർത്താൽ നടത്തിയില്ല. നമുക്ക് ഓർമ്മയുണ്ട്, മുൻപ് ചന്ദ്രശേഖരൻ വധക്കേസിൽ സഖാവ് പി. മോഹനനെ അറസ്റ്റ് ചെയ്തപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ നടത്തിയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ട് M.M. മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഇടുക്കി ജില്ലയിൽ ഹർത്താൽ നടത്തിയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി. ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കേരള സംസ്ഥാനത്ത് ഹർത്താൽ നടത്തിയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ ഹർത്താലിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു ഡിവൈഎഫ്ഐക്കാരൻ കുടഞ്ഞു വീണ് മരിച്ചപ്പോൾ അതിനും കാസർഗോഡ് ജില്ലയിൽ ഹർത്താൽ നടത്തിയ പാരമ്പര്യമാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്. അങ്ങനെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ യുവ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഹർത്താൽ നടത്തിയില്ല. കേരളത്തിൽ രക്തകലുഷിതമായ സമരങ്ങൾ നയിച്ച് KSRTC ബസ്സുകൾക്ക് കല്ലെറിഞ്ഞ് പൊതുമുതലുകൾ നശിപ്പിച്ച് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയ പാരമ്പര്യമുള്ള നിണമണിഞ്ഞ സമരപാതയിലൂടെ വളർന്നു വന്ന യുവജന വിപ്ലവ പ്രസ്ഥാനമെന്ന് കുട്ടിസഖാക്കൾ തന്നെ പരിചയപ്പെടുത്തുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഒരു കൊലപാതക കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ കുട്ടിസഖാക്കൾ ശക്തമായ ഒരു സമരം പോലും നടത്തിയില്ല. കാരണം കുട്ടിസഖാക്കന്മാർക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഷുക്കൂറിന്റെ കൊലപാതകത്തിൽ ടി.വി. രാജേഷിന് പങ്കുണ്ട് എന്നുള്ള സത്യം. CPM-ന്റെ അരിയൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി UV വേണു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായ MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് തുടങ്ങിയവരും ഷുക്കൂറിന്റെ കൊലപാതകത്തിൽ പ്രതികളാണ്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകം ഉണ്ടാക്കിയ രക്തക്കറ കഴുകിക്കളയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. ആ പൊതുസമ്മേളനത്തിൽ അന്ന് CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് M.M. മണി പ്രസംഗിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ ലിസ്റ്റുണ്ടാക്കി കൊല്ലുന്ന പാരമ്പര്യം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. ഞങ്ങൾ അങ്ങനെ കൊന്നിട്ടുണ്ട്. ഇനിയും വേണ്ടി വന്നാൽ അങ്ങനെ കൊല്ലാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഇടുക്കി ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി പ്രവർത്തിച്ച 13 പേരെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾ ലിസ്റ്റുണ്ടാക്കി. 1, 2, 3, 4 കൊന്നുകളഞ്ഞു ഞങ്ങൾ. ഒന്നാമത്തെ ആളെ ഞങ്ങൾ വെടിവെച്ച് കൊന്നു, രണ്ടാമത്തെ ആളെ ഞങ്ങൾ തല്ലിക്കൊന്നു, മൂന്നാമത്തെ ആളെ ഞങ്ങൾ കുത്തിക്കൊന്നു. അതിനുശേഷം കോൺഗ്രസുകാർക്ക് ഖബറിട്ട് നടക്കാൻ ഭയമായിരുന്നു. ഇടുക്കിയിലൂടെ ഖബറിട്ട് നടക്കാൻ കോൺഗ്രസുകാർ ഞങ്ങളുടെ സമ്മതം ചോദിക്കുമായിരുന്നുവെന്ന് M.M. മണി പ്രസംഗിക്കുകയാണ്. ഞാൻ പറയട്ടെ, കോൺഗ്രസുകാർക്ക് ഖബറിട്ട് നടക്കാൻ CPM-ന്റെ സമ്മതപത്രത്തിന്റെ ആവശ്യമില്ല. 200 വർഷത്തിലേറെക്കാലം ഭാരതമെന്ന മഹാരാജ്യത്തെ അടിമത്തത്തിന്റെ മുഖം പേരാൻ ധരിച്ച് ക്രൂരമായ മർദ്ദനങ്ങൾക്കിടയാക്കിയ, ക്രൂരമായ ചൂഷണങ്ങൾക്കിടയാക്കിയ, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ധീരമായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച് വെള്ളപ്പട്ടാളത്തിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും വെള്ളപ്പട്ടാളത്തിന്റെ ക്രൂരമായ വെടിയുണ്ടകൾ നെഞ്ചകപ്പെടുത്ത് കടന്നുപോയപ്പോഴും ഭാരതാംബയുടെ ത്രിവർണ്ണ പതാക കൈവിടാതെ ആ പതാകയെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം എന്ന മുദ്രാവാക്യം വിളിച്ച പാരമ്പര്യമുള്ള വീരദശാഭിമാനികൾ പടുത്തുയർത്തിയ പാർട്ടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് ഇടുക്കിയിലൂടെ എന്നല്ല, കേരളത്തിലൂടെ എന്നല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏത് മുക്കിലൂടെയും മൂലയിലൂടെയും കതറിട്ട് നടക്കാൻ CPM-ന്റെ സമ്മതപത്രമോ അതല്ലെങ്കിൽ M.M. മണിയെ പോലുള്ള എംപോക്കികളുടെ തിട്ടൂരങ്ങളോ ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടി ഈ സാഹചര്യം ഞാൻ ഉപയോഗിക്കുകയാണ്. M.M. മണിയെ KSCമിലെ നരന്ത് പോലുള്ള ഒരു പെൺകുട്ടി വന്ന് എംബോക്കി എന്ന് വിളിച്ചുവെന്ന് ഈ നാട്ടിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാര് വിചാരിക്കണ്ട. M.M. മണിയെ എംബോക്കി എന്ന് വിളിച്ചയാൾ ഞാനല്ല, നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സഖാവ് VS അച്യുതാനന്ദനാണ് M.M. മണിയെ എംബോക്കി എംബോക്കി എന്ന് നിരന്തരമായി അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ. അതെന്തായാലും ആ പൊതുസമ്മേളനത്തിൽ വെച്ച് CPM-കാരനായിരുന്ന അയ്യപ്പദാസിന്റെ മരണത്തിന് പ്രതികാരം തീർക്കാൻ കോൺഗ്രസുകാരനായ ബാലുവിനെ കൊന്നത് എങ്ങനെയാണ് എന്ന് സഖാവ് M.M. മണി വിശദീകരിക്കുകയാണ്. ഇതൊരു വാടക കൊലയാളി അടച്ചിട്ട മുറിയിൽ പോലീസിനോട് നടത്തുന്ന ഏറ്റുപറച്ചിലല്ല. കേരളത്തിലെ കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ ഏതെങ്കിലും ഒരു നേതാവ് ഉന്നയിച്ച ആരോപണമല്ല.
ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം 25 കൊല്ലക്കാലം CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന പാരമ്പര്യമുള്ള ഒരാൾ, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയന്റെ ഏറ്റവും ഉറച്ച അനുയായി, ഇതുപോലെ ഒരു പൊതുസമ്മേളനത്തിൽ മൈക്ക് വെച്ച് വെട്ടി നടത്തിയ പരസ്യ പ്രസ്താവനയാണ്. കേരളത്തിലെ 14 ജില്ലകളിലൊന്നായ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ മണക്കാട് എന്നൊരു കുഗ്രാമത്തിൽ MM മണി നടത്തിയ പ്രസംഗം ദ ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യയും അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായി. BBC അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ പോലും സഖാവ് MM മണിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്തു. സഖാവ് TP ചന്ദ്രശേഖരന്റെ ഒഞ്ചികത്തെ വീട്ടിൽ പോയി TP ചന്ദ്രശേഖരന്റെ വിധവ രമയെയും TP ചന്ദ്രശേഖരന്റെ മകൻ അഭിനന്ദനെയും TP ചന്ദ്രശേഖരന്റെ ഭാര്യ പിതാവിനെയും